ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ബന്ധവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. വചനം പറയുകയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. അടുത്ത ഒന്നുകൂടെ പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ്, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ചിലരുടെയൊക്കെ ജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റും, അവരെ ഉപദ്രവിക്കുന്നവരെ അവർ അനുഗ്രഹിക്കുന്ന കേൾക്കാൻ പറ്റും, അവരെ അനുഗ്രഹിക്കുന്ന വാക്കുകളും കേൾക്കാൻ പറ്റും. പക്ഷേ ആ അനുഗ്രഹത്തിനകത്ത് തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശാപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അനുഗ്രഹിക്കുകയാണ്, അവരെ ഉപദ്രവിച്ചതുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടിപ്പിച്ചതുകൊണ്ട് അവരെ അനുഗ്രഹിച്ചാണ്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തിനകത്തും അവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശാപം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വചനം പറയുകയാണ്, നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. എങ്ങനെ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കലർപ്പില്ലാതെ, ഒരുവിധമായ പ്രയാസമില്ലാതെ, സ്നേഹത്തോടുകൂടി അവരെ അനുഗ്രഹിക്കണം. അടുത്ത ഭാഗം അതിനോട് ചേർത്ത് പറയുകയാണ്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും. പ്രിയരെ, ഇതിനും മാതൃക നമ്മുടെ കർത്താവാണ്. ലാസറിൻ്റെ വീട്ടിൽ ലാസർ നഷ്ടപ്പെട്ട് 4 ദിവസമായ ആ വീട്ടുമുറ്റത്ത് വന്ന് കർത്താവ് കരഞ്ഞ മറിയയുടെ കൂടെ കർത്താവ് കരയും നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിനകത്ത് എന്തും മാതൃകയാക്കാൻ പറ്റുന്നത് പ്രിയരെ കർത്താവ് മാത്രമേ ഉള്ളൂ. നമുക്ക് റോൾ മോഡലായിട്ട് ആരെയും നമുക്കെടുത്ത് വെക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ നമ്മുടെ കർത്താവ് കരയുന്നവരുടെ കൂടെ കരയുന്ന ദൈവമാണ്, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുന്ന ദൈവമാണ്. എന്നാൽ ഈ ലോകത്തിലുള്ള മനുഷ്യരോ എല്ലാവർക്കും അങ്ങനെ കഴിയത്തില്ല. ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷെ പലരും കൂടെ സന്തോഷിക്കുമ്പോഴും അകത്ത് അസൂയയുടെ വ്യാപാരം നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെ എല്ലാ മേഖലയ്ക്കകത്തും കർത്താവിനെ മാതൃകയാക്കി, കർത്താവിനെ മാത്രം പിൻപറ്റി ആ സ്നേഹത്തിനകത്തുകൂടെ വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.